അസ്വാനോട് വിട പറഞ്ഞ് നേരെ ലക്സറിലേക്ക്. വെൽക്കം ടു ഈജിപ്റ്റ് സീരീസ്. യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്നു ഇതൊരു റോഡ് ട്രിപ്പ് ആയിരിക്കണമെന്ന്. ലക്സറിലെത്താൻ 4 മണിക്കൂറേ വേണ്ടു. പക്ഷേ വഴിയിൽ 2 സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് സന്ധ്യയ്ക്ക് നമ്മൾ എത്തുള്ളൂ. ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. വിജനമാണ് ഇവിടം. വഴിയിൽ കടകളൊന്നുമില്ല. ഏതാണ്ട് 9:30 മണിയോടെ കോം ഒമ്പോയിലെത്തി. ഈ സ്റ്റെപ്പുകൾ കയറി വേണം അവിടെ എത്താൻ. വർഷങ്ങൾ ഏറെ പഴക്കമുള്ള മനോഹരമായ സമുച്ചയം. ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗം മുതലദേവനായ സൊബക്കിനും വടക്കേ ഭാഗം ഫാൽക്കൺ തലയുള്ള ഹോറസ് ദേവനുമുള്ളതാണ്. ടോളമിയുടെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഇവിടെ ആദ്യകാല പ്രസവ രീതികളും സർജറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്നൊരു നൈലോമീറ്ററും മുതല മ്യൂസിയവും ഉണ്ട്. മുതലയുടെ മമ്മികളും മുട്ടയുമാണ് ഈ കാണുന്നത്. 3 മണിക്കൂർ ഇവിടെ ചുറ്റിക്കണ്ട ശേഷം എഡഫുയിലേക്ക് തിരിച്ചു. 2000 വർഷം മണലിൽ മുങ്ങിക്കിടന്ന ക്ഷേത്രമാണിത്. ഈജിപ്തിലെ ഏറ്റവും മികച്ച സംരക്ഷിത ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. മല പോലെ തോന്നിക്കുന്ന കവാടം. ഈ വമ്പൻ തൂണുകൾക്കിടയിലെ തണലാണ് ആശ്വാസം. ഈജിപ്തിൽ ഓരോ സമുച്ചയങ്ങളും അത്ഭുതമാണ്. ഒരുപക്ഷെ പിരമിഡ് മാത്രം കണ്ടു തിരിച്ചു പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. സന്ധ്യയ്ക്ക് നമ്മൾ ലക്സറിലെത്തി. അറബിക് സംഗീതവും ഒരു കപ്പ് വീഞ്ഞുമായി ഞാൻ ഫെലൂക്കയിലേക്ക് നോക്കിയിരുന്നു. ലക്സർ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.